കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിൻ്റെ സീസൺ 4 എപ്പിസോഡ് 6 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് അല്ല, 161 മുതൽ 165 വരെയാണ്. ഗൈസ്, ഇതൊരു കിടിലൻ വീഡിയോ ആയിരിക്കും. കാര്യം കുറേയധികം മേജറുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാര്യം നല്ല ഈഗർലി വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, പ്ലെയർ മരിച്ചു എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഗ്ലിച്ചായിട്ട് മറ്റൊരെണ്ണം വരും, പ്ലെയറിന് ബ്ലാക്ക് ഹെഡ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു പാസീവ് സ്കില്ല് അവിടെ അൺലോക്ക് ആവുന്നുണ്ട്. ഈ ഒരു സ്കില്ല് അൺനോൺ ആയിരുന്നു, പക്ഷേ അത് മാക്സ് ആയിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ ഒരു വലിയൊരു ലൈറ്റ് വന്നിട്ട് നമ്മുടെ ജിൻവു പുള്ളിക്കാരൻ്റെ കണ്ണ് തുറക്കുവാണ്. ജിൻവു ഒരു ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കാരനായിട്ട് പേടിച്ച് പറിച്ച് തൻ്റെ ഹൃദയത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. കാര്യം ഇതൊരു ഡ്രീമാണെന്ന് പുള്ളിക്കാരന് നല്ല ഡൗട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അവിടേക്ക് രണ്ടുപേർ കടന്നു വന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ വു ആയിരുന്നു. ചെയർമാൻ വു, ആ മൊണാർക്കിന് അല്ല ആ മോൺസ്റ്റേഴ്സിന് എന്ത് സംഭവിച്ചു? ഞാൻ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്? ഇത് കേൾക്കുന്ന ചെയർമാൻ പറയുന്നുണ്ട്, അല്ല ആദ്യം തന്നെ ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിക്കാം. 1, ഞാൻ ചെയർമാൻ അല്ല, പകരം സർവൈലൻസ് ടീമിൻ്റെ മാനേജറാണ്. 2, ഞാൻ നിന്നോട് ആ ചോദ്യം ചോദിക്കാനാണ് ഇവിടേക്ക് വന്നത്. ആ സ്റ്റാച്യൂസിനൊക്കെ എന്ത് പറ്റി? 3, നിനക്ക് എങ്ങനെയാണ് എൻ്റെ പേരറിയാവുന്നത്? നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് കേൾക്കാൻ നേരത്ത് ജിനുവിന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരൻ ഞെട്ടി തിരിച്ച് നിൽക്കുവാണ്. നീ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വൈറ്റ് ടൈഗർ ഗിൽഡിനെ അയച്ചിരുന്നു, പക്ഷേ ഞങ്ങളവിടേക്ക് വന്നപ്പോൾ എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. അപ്പം ജിനു പറയുന്നുണ്ട്, അതല്ല. പക്ഷേ ജിനുവിന് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. പുള്ളിക്കാരന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും അത് ആ സെയിം ബിൽഡിംഗ് തന്നെയായിരുന്നു. ജിനുവിന് നല്ല ഉറപ്പായിരുന്നു. കാര്യം പുള്ളിക്കാരൻ ഏകദേശം 2 ആഴ്ച ആ ഒരു ഹോസ്പിറ്റൽ ബെഡിനകത്ത് കിടന്നതാണ്. അപ്പം നമ്മുടെ ചെയർമാൻ അല്ല, നമ്മുടെ വു ചോദിക്കുന്നുണ്ട്, അല്ല താങ്കൾ കണ്ടിട്ട് ഫോട്ടോയിലുള്ള പോലെ അല്ലല്ലോ, എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ജിൻവു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാം ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ എന്തായാലും താങ്കളോട് സംസാരിക്കാം. അത് കഴിയുമ്പോൾ പുള്ളിക്കാരൻ തൻ്റെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്. അതിനകത്തായിട്ട് ജിനുവിൻ്റെ പഴയ സ്കിൽസ് എല്ലാം തന്നെയുണ്ട്. പുള്ളിക്കാരൻ തന്നെ ഇൻവെൻറ്ററിൻ്റെ അകത്ത് പുള്ളിക്കാരൻ നേരത്തെ ശേഖരിച്ച് വെച്ചാൽ എല്ലാം ഉണ്ട്. റീ അവേക്കനിങ് ആയിട്ടുണ്ട്, എല്ലാം അതേപോലെ തന്നെയുണ്ട്. പക്ഷേ പുള്ളി തിരിച്ച് പാസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ കയറി വരുന്നത്. ജിൻവു, നീ എഴുന്നേറ്റൊന്നും ചോദിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ലാതെ പുള്ളിക്കാരൻ്റെ അനിയത്തിയായിരുന്നു. പക്ഷേ അവനെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. അയ്യോ, എനിക്ക് റൂം മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. ജിൻവു പറയുന്നുണ്ട്, നിനക്ക് റൂമൊന്നും മാറിയൊന്നുമില്ല, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. നീയാ, നിനക്ക് എപ്പോഴാണ് ഇത്രയധികം ഹൈറ്റ് വെച്ചത്? എൻ്റെ പൊന്നു പെണ്ണെ, നിനക്ക് വല്ല വട്ടുണ്ടാകുന്ന ചോദിച്ചുകൊണ്ട് അവളെയും കളയൊക്കെയുണ്ട്. ജിൻവു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്കൊന്ന് ഹണ്ടർ അസോസിയേഷൻ വരെ ഒന്ന് വേണം. എനിക്കറിയാം നീ സ്കൂൾ ചാടിയാൻ ഇവിടേക്ക് വന്ന്, അതുകൊണ്ട് മര്യാദക്ക് സ്കൂളിലേക്ക് പോകാൻ നോക്ക്. പിന്നെ ഹാങ്സോയി പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്നു. അവളോടും പറയുന്നുണ്ട്, നീ സ്കൂൾ വിട്ട് ഹണ്ടർ ആകാനൊന്നും ഒരിക്കലും തീരുമാനിച്ചേക്കില്ല. അവളിത് കേട്ട് ഞെട്ടുന്നുണ്ട്, ഇവനെങ്ങനെയാണ് എൻ്റെ പേര് അറിയാവുന്നത്? അങ്ങനെ ജിൻവു നമ്മുടെ ഹണ്ടർ അസോസിയേഷനിലേക്ക് ചെന്ന് പുള്ളിക്കാരൻ അവിടെ നിന്ന് പുള്ളിക്കാരൻ്റെ റാങ്ക് റീചെക്ക് ചെയ്ത് ഒരു എസ് റാങ്ക് ഹണ്ടർ എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ചെയർമാനെ കാണാൻ പോകുവാണ്. ആ വഴിക്ക് ലിഫ്റ്റിൽ വെച്ചുകൊണ്ട് ഒരു ഹണ്ടറിനെ യാദൃശ്ചികമായി കണ്ടുപിട്ടു. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ കാങ് ആയിരുന്നു. എനിക്കറിയാം ആ സ്കില്ല് നീ ഇപ്പോഴും ഇവിടെ പരാതിയാണ് കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞേക്കാം. ഒരു ദിവസം ഒരാൾ നിന്നെ തേടി വരും, അയാളുടെ മകളെ അവഞ്ച് ചെയ്യാനായിട്ട്. അന്ന് നിന്റെ കൂടെ കുറച്ച് ക്രിമിനൽസും കാണും. അവരെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഒരു നിരപരാധിയുടെയെങ്കിലും ജീവൻ നീ എന്നെടുത്താൽ ഞാൻ നിന്നെ തേടി ഒന്നുകൂടെ വരും. പക്ഷേ അത് നിന്റെ മരണത്തിന് വേണ്ടിയായിരിക്കും. ഇത് കേട്ടതും കാങ് പേടിച്ച് പുള്ളി ഇങ്ങനെ വെപ്പൺസ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ ഇല്ലായിരുന്നു. കാര്യം അതാണ് ജിൻവു പിടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ജിൻവു ഒരു കാര്യം കൂടെ പറയും, ഇത് എൻ്റെ അവസാനത്തെയും ആദ്യത്തെയും വാണിംഗ് ആയിരിക്കും. പുള്ളിക്കാരന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രേതത്തിനെ കണ്ട പോലെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അങ്ങനെ ജിൻവു നടന്ന് ആ ഓഫീസിനകത്ത് കയറുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു ചെയർമാൻ. നമ്മുടെ ചെയർമാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ജിനുവിന് ചെറിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫീൽഡ് റീസെറ്റ് ചെയ്യണോ അതോ വേണ്ടിയെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ ചെയർമാൻ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജിനു പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് വന്ന് ഒരു ഓഫറിന് വേണ്ടിയാണ്, അതാദ്യം കേൾക്കും. എനിക്ക് എൻ്റെ ട്രൂപ്സ് ആദ്യം റീബിൽഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ജെജുസിനിലേക്ക് ഞാൻ തന്നെ പോകണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, ഒരു ഹണ്ടറിനെ പോലെ നിങ്ങൾ ജെജുസിനിലേക്ക് വിടില്ല. കാര്യം അവിടേക്ക് പോകുന്നത് അത് അവരുടെ മരണത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോയി ഞാൻ ഒറ്റക്ക് തന്നെ അവിടെയുള്ള ആൻസിനെ എല്ലാം നോക്കിക്കൊള്ളാം. ഇത് കേൾക്കാൻ നേരത്ത് ചെയർമാൻ ഞെട്ടിപ്പോയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ എന്ത് മന്ദബുദ്ധിത്തിലാണ് പറയുന്നത്? ജെജുസിലൻ നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് നിന്നെ കൊണ്ട് താങ്ങുന്ന കാര്യമല്ലെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കും. അതായത് ജിനുവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാര്യം അതൊരു നാഷണൽ ലെവൽ ഹണ്ടറിനെക്കാളും പവർഫുൾ ആയിരുന്നു ജിൻവു കറൻലി. അങ്ങനെ ജിൻവു വീണ്ടും പുള്ളിക്കാരൻ കടന്നുപോയ ഓരോരോ കാര്യങ്ങളിലൂടെ വീണ്ടും 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 കടന്നുപോയി. അവസാനം നമ്മുടെ ബെറുവിനെ പുള്ളിക്കാരനെ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിനുവിന് ടോട്ടലി മടുത്തിരുന്നു. ജിൻവു പറയുന്നുണ്ട്,
ഇതൊന്ന് നിർത്തിക്കൂടെ? എനിക്കറിയാം ഇത് നീ ക്രിയേറ്റ് ചെയ്ത ഇല്യൂഷനാണ്, അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മര്യാദക്ക് എൻ്റെ മുമ്പിലേക്ക് വരാൻ നോക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ദേഷ്യത്തിൽ കിടന്ന് കാറുവാണ്. പെട്ടെന്ന് ജിനുവിൻ്റെ ചുറ്റിനുണ്ടായിരുന്ന ആ ഒരു ലോകം മാഞ്ഞ് അവിടെ മുഴുവൻ വെള്ളമാകും. എന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അവൻ്റെ ചുറ്റിനും വരാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ജിന്നു ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? നീയാണോ കിങ് ഓഫ് ദി ഡെഡ്? ആ ഒരു സമയത്ത് അവിടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്, നിനക്കാ ലോകത്ത് നിന്റെ ഇഷ്ടകാലം ജീവിക്കാമായിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ ആ നല്ലൊരു സ്വപ്നത്തിൽ നിന്ന് ഉണർത്തത്തില്ലായിരുന്നു. നീ എന്തുവാണ് പറയണത്? നീ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇല്യൂഷൻ്റെ അത് എന്നെ ട്രാപ്പ് ചെയ്യുന്ന കാര്യമാണോ? ഹേയ്, ഒരിക്കലുമല്ല. കാര്യം ഞാനല്ല ആ ലോകം ക്രിയേറ്റ് ചെയ്തത്, പകരം നീയാണ്. ഞാനോ? അതെ, നീ തന്നെ. നിനക്ക് നീ ചെയ്ത മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതും എൻ്റെ പവേഴ്സിൻ്റെ സഹായത്തോടു കൂടെ. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ലോകമാണത്. ജിനു, ഇത് എൻ്റെ ഡൊമൈനാണ്, പക്ഷേ ഇത് എറ്റേണൽ സ്ലംബറുമാണ്, ഇത് മരണവുമാണ്. കുറച്ചധികം നാളായി ജിൻവു ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ മരണത്തിൻ്റെ തൊട്ട് വാതിക്കൽ വന്നാലും നീ എപ്പോഴും അത് സ്ട്രഗിൾ ചെയ്ത് അത് റെസിസ്റ്റ് ചെയ്യും. ജിൻവു, ഞാൻ നിൻ്റെ സ്ട്രഗിൾസിൻ്റെ റെക്കോർഡാണ്, നിൻ്റെ റെസിസ്റ്റൻസിൻ്റെ എവിഡൻസ് ആണ്, നിൻ്റെ വേദനയുടെ റിവാർഡാണ്. ഞാൻ മരണമാണ്, എറ്റേണൽ സ്ലംബറുമാണ്. ചുരുക്കം പറഞ്ഞാൽ ജിൻവു, ഞാൻ നീയാണ്. ഈ ഒരു ഡൊമൈനിൽ വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അത് എൻ്റെ ഡൊമൈൻ്റെ പവറാണ്. എന്നാൽ അതിൻ്റെ ആ പവേഴ്സ് തന്നെ നിനക്ക് അബ്സോർവ് ചെയ്യാനും സാധിക്കും. ഇത് നിൻ്റെ ഡൊമൈനാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ച് നിനക്ക് ലോകം ക്രിയേറ്റ് ചെയ്യാനും പറ്റും, നിനക്ക് ആ ലോകം നശിപ്പിക്കാനും പറ്റും. അത് നിൻ്റെ ഡൊമൈൻ്റെ അകത്ത് മാത്രം. അതൊരു ഒമ്നിപൊട്ടൻ പവറാണ് ജിനു. അല്ല, നീ പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരേ തരത്തിലെ പവർ ഉണ്ടെന്നാണോ? ജിനു, ഞാൻ കുറേ നാളായി നിന്നെ ഒന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനാണ് മൊണാർക്ക് ഓഫ് ദി ഷാഡോ, കിങ് ഓഫ് ദി ഡെഡ്, മരണത്തിനെ വാഴ്ത്തുന്നവൻ. അത് മാത്രമല്ല, ഞാനാണ് ഈ ഡാർക്ക്നെസ് തന്നെ. അല്ല, എന്തിന് നീ എന്നെ സെലക്ട് ചെയ്തു? അത് ഞാൻ നിന്നോട് പറയുന്നതിനെക്കാട്ടും നല്ലത് നിന്നെ കാണിച്ചു തരുന്നതാണ്. എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാത്തിൻ്റെയും ഒഴുക്കം, എല്ലാം തുടങ്ങിയ ആ സ്ഥലത്ത് വെച്ച്. ഈ ഒരു സമയത്ത് നമ്മുടെ ജിനുവിൻ്റെ ഹൃദയം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. പുള്ളിക്കാരൻ ബ്രീത്ത് എടുക്കുന്നത് നിർത്തിയിരുന്നു. നമ്മുടെ തോമസും ചോദിക്കുന്നുണ്ട്, ജിനു അവൻ എന്ത് പറ്റി? എനിക്ക് അവനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാര്യം ഇനി ആ ബീസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ ആരുണ്ട്? ആർക്കും തന്നെ പറ്റത്തില്ല. അവൻ പറയുന്നത് ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ആ ഇടക്ക് തന്നെ അറ്റാക്ക് ചെയ്താൽ മതിയായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രോസ്റ്റ് മൊണാർക്കിനെ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്താണ് പെട്ടെന്ന് ജിന്നുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു പവർ വരുന്നത്. ജിന്നുവിൻ്റെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങും. പക്ഷേ അവൻ്റെ നോർമൽ ഹെഡ് അല്ല, പകരം ബ്ലാക്ക് ഹെഡ്. ഇത് കാണുന്ന മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റും മൊണാർക്ക് ഓഫ് ദി ഫാങ്സിനും മനസ്സിലായി ഇത് അപകടമാണ്. അതായത് അവൻ ഇവിടേക്ക് വരുവാണെന്ന് മനസ്സിലായത്. അവർ രണ്ടുപേരും കൂടെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഫാങ്ങിൻ്റെ മുഖത്ത് ഒരാൾ വന്ന് ചവിട്ടുന്നുണ്ട്. ആ ചവിട്ടി അത് നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിൻ്റെ മേത്ത് വന്ന് അവർ രണ്ടുപേരും കൂടെ ദൂരത്തേക്ക് തെറിച്ചു പോകുവാണ്. എന്നിട്ട് അവന് ചവിട്ടിയ പുള്ളി ജിനുവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഇനി ആരും എൻ്റെ കൊച്ചിൻ്റെ മേത്ത് ഒരു വിരൽ പോലും വെക്കത്തില്ല. മറ്റൊരു ലോകത്ത് ലൈറ്റും ഉണ്ടായിരുന്നു, ഡാർക്ക്നെസ്സും ഉണ്ടായിരുന്നു, മറ്റൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ആബ്സൊല്യൂട്ട് ബീയിങ് പുള്ളിക്കാരൻ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് മെസ്സഞ്ചർ ഓഫ് ഗോഡ്സ് ആക്കി, ഡാർക്ക്നെസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 8 മൊണാർക്സും ആക്കി മാറ്റി. ഈ മൊണാർക്സ് എന്നുള്ളത് ഈ ലോകത്തിനെ നശിപ്പിക്കാൻ ജനിച്ചവരാണെങ്കിൽ ഈ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ആ യുദ്ധമുണ്ടായി. ആ യുദ്ധം ഒരിക്കലും തീരാത്ത ഒരു തീരാത്ത യുദ്ധമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ആബ്സൊല്യൂട്ട് ബീയിങ്ങിനോട് ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ ആബ്സൊല്യൂട്ട് ബീയിങ്, താങ്കൾക്ക് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാത്തത്? ഞങ്ങൾ താങ്കളുടെ സബ്ജക്ട്സ് ആണ്, ഞങ്ങളുടെ വേദന താങ്കൾക്ക് കേൾക്കുന്നില്ലേ? താങ്കളുടെ സ്ട്രെങ്ത് താങ്കൾ ഞങ്ങൾക്ക് തരുമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിന് നമുക്ക് എന്നേക്കുമായി ഒരു അടിവരയിടാം, ഈ യുദ്ധം എന്നേക്കുമായി നമുക്ക് നിർത്താൻ സാധിക്കും. എന്നാൽ ആബ്സൊല്യൂട്ട് ബീയിങ് അതിനുള്ള മറുപടി നൽകില്ല. അപ്പോഴാണ് ആ ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റിന് ആ ഒരു കാര്യം മനസ്സിലായത്. ഈ യുദ്ധം, അതായത് മൊണാർക്സും ഈ മെസ്സഞ്ചർ ഓഫ് ഗോഡ്സുമുള്ള തീരാത്ത യുദ്ധം കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. എല്ലാവരും ആബ്സൊല്യൂട്ട് ബീയിങ്ങിനെ വർഷിപ്പ് ചെയ്യണം, എല്ലാവരും അവന് വേണ്ടി കരയണം, എല്ലാവരും അവന് വേണ്ടി യുദ്ധം ചെയ്യണം. അതുമാത്രമല്ല ഒരാളുടെ ജീവനും സ്വത്തും അവരുടെ ലൈഫും ബ്ലഡും എല്ലാം ആബ്സൊല്യൂട്ട് ബീയിങ്ങിന് മാത്രമുള്ളതാണ്. അത് കേൾക്കാത്ത പക്ഷം ഒരാളെ പോലും സ്പെയർ ചെയ്യുന്നതല്ല. അങ്ങനെ തന്നെ കുറേയധികം മരണങ്ങളുണ്ടായി, ഒത്തിരിയധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അവനൊരു കാര്യം മനസ്സിലായി, ആബ്സൊല്യൂട്ട് ബീയിങ് ഇവിടെ ഉള്ളത്രയും കാലം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് തൻ്റെ സോഡ് ഉയർത്തി, അതായത് ഈ അർത്ഥമില്ലാത്ത യുദ്ധം എന്നേക്കുമായി അവസാനിക്കാനായിട്ട്. അത് ഒരു റിബല്യൻ ആയിരുന്നു.
നീ കാണുന്ന ആ ഒരു ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ആയിരുന്നു എൻ്റെ പഴയ അതായിരുന്നു ഞാൻ, ഒരേ ഒരു മെസ്സഞ്ചർ ഓഫ് ഗോഡ്. ഈ ഒരു റെബല്യൻ തുടങ്ങിയ ഒരേ ഒരു മെസ്സഞ്ചർ ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ എന്നെയും എൻ്റെ ആർമീനെയും തോൽപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആബ്സലൂട്ട് ബീയിങ് എന്നും എൻ്റെ പവർ എന്നുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. ഞാൻ വീണ്ടും അവിടെ പുനർജനിച്ചു. ശക്തനായല്ല, അതിശക്തനായി ഞാൻ പുതിയൊരു ആർമീനെ തന്നെ അവിടേക്ക് നയിച്ചു. പക്ഷേ ഞാൻ അവിടേക്ക് ചെന്നപ്പോഴേക്കും എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. ആബ്സലൂട്ട് ബീയിങ് അന്നവിടെ മരണപ്പെട്ടിരുന്നു. ബാക്കിയുള്ള എല്ലാ ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റും കൂടെ ചേർന്ന് ആബ്സലൂട്ട് ബീയിങ്ങിനെ കൊന്നു. എന്തിന്? ആ ഒരു പൊസിഷന് വേണ്ടി, ദൈവത്തിൻ്റെ ആ ഒരു പൊസിഷന് വേണ്ടി. പതുക്കെ അവരെ റൂളേഴ്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവർ മൊണാർച്ചിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട്? ആബ്സലൂട്ട് ബീയിങ്ങിന്റെ പവേഴ്സൊക്കെ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിവൈസ് കൊണ്ടായിരുന്നു. അങ്ങനെ ലേഗി എന്നറിയപ്പെട്ട കിങ് ഓഫ് ദി ജയൻസിനെ അവർ ക്യാപ്ചർ ചെയ്തു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഇല്ലാണ്ടായി. വേറൊരു നിവർത്തിയില്ലാതെ ബാക്കിയുള്ള മൊണാർച്ച് എൻ്റെ കൂടെ കൂടി. കാര്യം അവർക്ക് അപ്പോഴാണ് ആ ഒരു സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി മനസ്സിലായത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ആയിട്ടല്ല, അതുമല്ല ഒരു മെസ്സഞ്ചർ ഓഫ് ഗോഡ് ആയിട്ടുമല്ല, പകരം മോണാർക്ക് ഓഫ് ദി ഷാഡോസ് ആയിട്ട്. എന്നാൽ ഇത്തവണ വിധി എൻ്റെ കൂടെയായിരുന്നു. കാര്യം ഞാൻ പോയ ഓരോ യുദ്ധങ്ങളിലും മരിച്ചു വീണ പലരും എൻ്റെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും പുനർജനിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ എൻ്റെ ആർമി വളരാൻ തുടങ്ങി. അവസാനം കിങ് ഓഫ് ദി ബെർസറക് അഥവാ കിങ് ഓഫ് ദി ഡ്രാഗൺസ് എന്നറിയപ്പെടുന്ന ആ ഒരു വലിയൊരു മൊണാർക്കിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ആർമി വളർന്നു. അങ്ങനെ എല്ലാവരും, അതായത് റൂളേഴ്സും അതിനോടൊപ്പം തന്നെ മൊണാക്സും എന്നെ പേടിക്കാൻ തുടങ്ങി. ആ ഒരു ഭയം കാരണം തന്നെ 2 മൊണാക്സ് ഒരുമിച്ച് എന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് വന്നു. പക്ഷെ അവരുടെ ആർമി വളരെ എളുപ്പത്തിൽ തന്നെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. എൻ്റെ പവറാണ് ആ ഒരു ബിട്രലിന് കാരണമായത്. കാര്യം എന്നെ അവർ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. അന്ന് എന്നെ കണ്ട് പേടിച്ച് മൊണാർക്ക് ഓഫ് ദി ഫാങ്സ് അവൻ്റെ ട്രൂപ്പിനെ വരിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയുണ്ടായി. പക്ഷെ ബെറാൻ, മൊണാർക്ക് ഓഫ് ദി വൈറ്റ് ഫ്ലെയിംസ് അഥവാ കിങ് ഓഫ് ദി ഡീമൺസ് ആയിരുന്നു ആ ഒരു ഉത്തരം പറയേണ്ടി വന്നത്. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരവിടേക്ക് വന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവരവിടേക്ക് വന്നു. ബെറാനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് മാറ്റി. അധികം വൈകാതെ തന്നെ അവരെല്ലാവരും എൻ്റെ ചുറ്റിനും കൂടി. പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവരോരോരുത്തരും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അതിലൊരാൾ പറയുകയും ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കൂ ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ്. നമുക്ക് എന്തായാലും ഈ ഫൈറ്റ് തുടരണമെന്ന് ഒരു ആഗ്രഹവുമില്ല. അവർക്കെല്ലാവർക്കും അന്ന് എന്നെ കൊല്ലാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ വന്നത് സമാധാനമായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ മുൻനിരയിൽ നിന്ന് പല യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു റെസ്പെക്ട് എനിക്ക് അവിടെ കിട്ടിയത്. പക്ഷേ അന്ന് എനിക്കത് സാധിച്ചില്ല. ഞാൻ ചോദിച്ചു അവരുടെ, നീയൊക്കെ എന്തുവാണ് ഈ പറയണത്? ഈ യുദ്ധം മുന്നോട്ട് തന്നെ പോകും. കാര്യം നീയൊക്കെ എൻ്റെ മാസ്റ്ററിനെ കൊന്നവരാണ്. അത് ഞങ്ങളുടെ മാസ്റ്ററായിരുന്നു. ഇത് കേട്ടതും അവന് ദേഷ്യം വന്നിട്ട് അവൻ്റെ മുഖത്ത് പിടിച്ച് വലിച്ചടിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെയാണ് നിന്റെ പ്രശ്നം അല്ലയോ? താങ്കൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അവനുള്ളത്രയും കാലം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കും വേണ്ടത് ഈ യുദ്ധം അവസാനിക്കണമെന്നാണ്. മതി, നിർത്തിക്കോ, മര്യാദയ്ക്ക് എന്നെ കൊല്ലാൻ നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നേക്കുമായി ജയിക്കുമല്ലോ. അങ്ങനെ ഒരിക്കലും പറയില്ലേ. താങ്കൾക്ക് ഞങ്ങളോട് ഉറപ്പായിട്ടും പൊറുക്കാൻ സാധിക്കും. അത് താങ്കളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ഒന്ന് നിർത്തിയിട്ട് മര്യാദയ്ക്ക് എന്നെ കൊല്ലാൻ നോക്ക്. അങ്ങനെ ഒരിക്കലും പറയില്ലേ ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ്. താങ്കൾ ആ ആങ്കർ വിടാൻ നോക്ക്. താങ്കൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും, ഞങ്ങളോട് പൊറുക്കാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ റൂളേഴ്സും നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഷാഡോസിന് മുമ്പിലേക്ക് കീഴടങ്ങുവാണ്. ചുരുക്കം പറഞ്ഞാൽ അന്ന് ഞാൻ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു സൊല്യൂഷൻ പോലും അന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ഞാൻ പാക്കാൻ തീരുമാനിച്ചു. കാര്യം എൻ്റെ റിവെഞ്ചിന് വേണ്ടി. മൊണാർക്ക് ഓഫ് ദി വൈറ്റ് ഫ്ലെയിംസ് എൻ്റെ ഷാഡോയിലുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊണാർക്ക് ഓഫ് ദി ഫാങ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. എൻ്റെ ബോഡി റിക്കവർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഭൂരിഭാഗം ആർമീനെ നഷ്ടപ്പെട്ട മൊണാക്സിനെ എല്ലാവരെയും തന്നെ റൂളേഴ്സ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും മുൻനിരയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഡ്രാഗൺ കിങ്ങിന് ഒരു കാര്യം മനസ്സിലായി. അത് എൻ്റെ ആർമീനെ കൂട്ടാനാണ്, എൻ്റെ കോമ്പാക്ട് പവർ വർദ്ധിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം എന്നെ ഗ്ലാഡ്ലി അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ റൂളേഴ്സ് ആരും അറിയാതെ തന്നെ മൊണാക്സിൻ്റെ ആർമീനെ വളർത്തണമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം തേടി നടന്നു. അത് എർത്തല്ലേ? അത് തന്നെ. ഞങ്ങൾ മൊണാക്സ് അവിടേക്ക് വന്നത് മാൻകൈൻഡിന് ഒരു പുതിയൊരു അറിവായിരുന്നു. അവർക്ക് ആർക്കും തന്നെ പ്രതീക്ഷിക്കാൻ സാധിച്ചില്ല അത് അവിടെ ലോക അവസാനത്തിന് വേണ്ടിയായിരിക്കുമെന്ന്. അവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെല്ലാം ചുട്ട് ചാമ്പലാകാൻ തുടങ്ങി. അപ്പോൾ ജിനു പറയുന്നുണ്ട്, ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് ഡീമൻ കാസിലല്ലേ? ഇതാണോ ഫ്യൂച്ചറിലുള്ളത്? അല്ല ജിനുവോ, നീ ഇപ്പോൾ കാണുന്നത് പാസ്റ്റാണ്. പാസ്റ്റോ? നീ എന്തുവാണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, മൊണാക്സ് ഈ ലോകത്തിനെ നശിപ്പിക്കാൻ ജനിച്ചവരാണെങ്കിൽ റൂളേഴ്സ് അഥവാ ആ ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആർമീനെ അവരിവിടേക്ക് അയച്ചു. പക്ഷേ അവരിവിടെ വന്നപ്പോഴും ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. റൂളേഴ്സിന് അത് വളരെയധികം ദേഷ്യമാണ് ഉണ്ടാക്കിയത്. കാര്യം അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവർ പോലും അറിയാതെ ഒരു ലോകം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദേഷ്യം കൊണ്ട് അവരൊരു ഫോർബിഡൻ ഡിവൈസ് യൂസ് ചെയ്ത് ആബ്സലൂട്ട് ബീയിങ്ങിൻ്റെ പവർ ഉള്ളത്, അത് ഒരു കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ആയിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. ഈ കപ്പ് കൊണ്ട് തന്നെ അപ്രോക്സിമേറ്റ്ലി 10 വർഷം പുറകേക്ക് പോകാൻ സാധിക്കും. നിന്റെ ലോകത്തിനെ രക്ഷിക്കാൻ അവർ മാക്സിമം തന്നെ ട്രൈ ചെയ്തു.
പക്ഷേ ഉള്ളത് പറയാലോ, എർത്ത് വീക്കായിരുന്നു. മനുഷ്യർക്കാർക്കും മോണാക്സുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിനെ മാന കൊണ്ട് അവർ സമ്പുഷ്ടമാക്കണം. എങ്കിൽ മാത്രമേ അവർക്കത് സാധ്യമാകത്തുള്ളൂ. ഈ ലോകത്തിന് മോണാക്സിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധ്യമാകത്തുള്ളൂ. അവർക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു എല്ലാവരെയും അവർക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാരെ അവർ സഹായിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജിൻവു ചോദിക്കുന്നുണ്ട്, സോ അങ്ങനെയാണല്ലേ ഹണ്ടേഴ്സ് ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്? അത് തന്നെ, ഹണ്ടേഴ്സ് ഈ ലോകത്തേക്ക് ജനിച്ചത് അതുകൊണ്ടാണ്. രണ്ട് ഗ്രേറ്റസ്റ്റ് ആയുള്ള ഫോഴ്സിന്റെ കൊളിഷൻ താങ്ങാവുന്ന രീതിയിലേക്ക് മനുഷ്യരാശിനെ അവർ മാറ്റിയെടുത്തു. കാര്യം മനുഷ്യരാശിനെ രക്ഷിക്കണമെന്ന് അവർക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്നു. നീ പറയുന്നത് ഈ ലോകം ഇതിനു മുമ്പ് കുറെ വട്ടം നശിച്ചിട്ടുണ്ടെന്നാണോ? ആബ്സലൂട്ട്ലി, ഈ ലോകം പലതവണ നശിച്ചു കഴിഞ്ഞു. പക്ഷേ ഹയർ ബീങ്സിന് ആർക്കും ഈ ടൈമിന്റെ ഫ്ലോയിന്റെ എതിരെ പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പ് യൂസ് ചെയ്യാൻ നിർത്ത് ഓരോ തവണ മോണാക്സ് അവരുടെ പ്ലാൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവസാനം ഈയൊരു കപ്പും ശൂന്യമായി മാറി. അതായത് ഇതിന്റെ പവേഴ്സ് കൊണ്ടും പ്രത്യേകിച്ച് ഉപകാരമില്ലാതെയായി മാറി. അല്ല, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതായത് ഈ റീഇൻകാർണേഷൻ കപ്പിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നാണോ? ആബ്സലൂട്ട്ലി ജിൻവു, ഈ ലോകത്ത് ഒന്നിനും ഇൻഫിനിറ്റ് ആയുള്ള പവേഴ്സ് ഒന്നുമില്ല. ആബ്സലൂട്ട് ബീങ് മരിച്ചത് കണ്ടില്ലേ? അതും അവൻ ക്രിയേറ്റ് ചെയ്തവരെ കൊണ്ട് തന്നെ. അല്ല, എന്നാലും അതെങ്ങനെ സാധ്യമാകും? ക്രിയേറ്റ് ചെയ്യപ്പെട്ടവരെങ്ങനെയാണ് ക്രിയേറ്റേഴ്സിനെ തന്നെ കൊല്ലുന്നത്? എടാ, നീ തന്നെ ആലോചിച്ച് നോക്ക്. മനുഷ്യർ മരിക്കുന്നില്ലേ അവർ ക്രിയേറ്റ് ചെയ്ത മെഷീൻസ് കൊണ്ട്? അതുപോലൊക്കെ തന്നെ മാത്രമാണ്, അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ മൊണാക്സ് ഇതെല്ലാം കണ്ട് ഇൻസ്പിറേഷൻ എടുക്കാൻ തുടങ്ങി. അവരും അവരുടേതായ രീതിയിൽ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് അവരൊരു പ്ലാനും ക്രിയേറ്റ് ചെയ്തു. റൂളേഴ്സ് ഇവിടേക്ക് അയച്ച മാനെ കൊണ്ട് തന്നെ ഈ ഭൂമി ഒരു വലിയൊരു ട്രാപ്പാക്കി മാറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂളേഴ്സ് ഇവിടേക്ക് വരാൻ നേരത്ത് അവരെ ഒറ്റയടിക്ക് തന്നെ എല്ലാവരും കൊല്ലാല്ലേ? പ്രിസൈസിൽ പറഞ്ഞാൽ അത് തന്നെ. മൊണാക്സ് വളരെയധികം സ്ട്രോങ്ങർ ആയിരുന്നു. അവർക്ക് വളരെയധികം എനോർമസ് ആയുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യാനായിട്ട് അവർക്കൊരു ഹ്യൂമൻ വെസലിന് ആവശ്യമുണ്ടായിരുന്നു. അവരുടെ പവേഴ്സ് സ്യൂട്ടബിളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ വെസൽ. പക്ഷേ എന്തോ റീസൺ കൊണ്ട് തന്നെ എനിക്കും അതേപോലെ മൊണാർക്ക് ഓഫ് ദി ഡിസ്ട്രക്ഷനും ഒരു ഹോസ്റ്റിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കിങ്ങിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കിൽഡ് ആയുള്ള മേജ് എന്നെ കാണാൻ വന്നത്. അവനൊരു പ്രപ്പോസലും വെച്ചു. അവൻ എനിക്ക് സ്യൂട്ടബിൾ ആയുള്ള ഒരു ഹ്യൂമനെ തരാൻ തയ്യാറായിരുന്നു. അതിന് പകരം അവൻ, അതായത് ദി ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന ആ ഒരു മേജിന് ഇമ്മോർട്ടാലിറ്റി ആവശ്യമായിരുന്നു. പക്ഷേ ആർക്ക് സാധിക്കും ഡെത്തിനെ തന്നെ ഒരു വെസലായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ? അങ്ങനെ ഇരുന്നപ്പോഴാണ് ആർക്കിടെക്ചർ ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. സുപ്പീരിയർ ആയുള്ള ഫിസിക്കും സ്ട്രോങ് ആയുള്ള മെന്റാലിറ്റിയുള്ള ഒരാൾ തപ്പി നടക്കാൻ ഞങ്ങൾ തുടങ്ങി. പക്ഷേ അയാൾക്ക് എൻ്റെ മാനെ റിസർച്ച് ചെയ്യാനുള്ള പവേഴ്സും വേണമായിരുന്നു. ഞങ്ങൾ ഹൈ എൻഡിലുള്ള ലോ എൻഡിലുള്ള പല വെസൽസിനും തപ്പി നടന്നു. പക്ഷേ അതൊട്ടും എളുപ്പമല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നത്. നീ വളരെയധികം വീക്കായിരുന്നു. പക്ഷേ ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിസ്റ്റത്തിൻ്റെ ബൗണ്ടറീസ് കടന്ന് നീ സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യനുള്ള റൂൾസും എക്സ്പെക്ടേഷനും എല്ലാം കടന്ന് നീ സഞ്ചരിക്കാൻ തുടങ്ങി. നീ വീക്കായിരുന്നു. നീ മരണത്തിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു. പക്ഷെ ഒരിക്കലും നീ മരണത്തിന് കീഴടങ്ങിയില്ല. നീ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വീണ്ടും വാച്ച് ചെയ്യാൻ തുടങ്ങി. എന്തിന്? ആർക്കിടെക്ചറിൻ്റെ സമ്മതമില്ലാഞ്ഞിട്ട് കൂടി ഞാൻ നിന്നെയാണ് സെലക്ട് ചെയ്തത്. ജിൻവു, ഞാനൊരു കാര്യം വീണ്ടും പറയാം. നിന്റെ സ്ട്രഗിൾസിൻ്റെ റെക്കോർഡാണ് ഞാൻ. നിന്റെ റെസിസ്റ്റൻസിൻ്റെ എവിഡൻസാണ് ഞാൻ. നിന്റെ വേദനയുടെ റിവാർഡാണ് ഞാൻ. ഈ ഒരു സമയത്ത് ജിന്നു ശരിക്കും ഞെട്ടിയിരിക്കുമായിരുന്നു. കാര്യം പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് ആയിട്ട് നിൽക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ രൂപത്തിലായിരുന്നു. നീ പറയുന്നതൊക്കെ സത്യമായിരിക്കാം. ആർക്കിടെക്ചറിൻ്റെ സ്കീമിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. പക്ഷേ എനിക്കിപ്പോഴും നല്ല ഡൗട്ടുണ്ട് നിന്റെ പവേഴ്സ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്ന്. അതോർത്ത് നീ പേടിക്കേണ്ട. ആർക്കിടെക്ചർ അതിനുള്ള പോസിബിലിറ്റി എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അവൻ നിന്റെ സ്ട്രെങ്ത് അഡാപ്റ്റ് ചെയ്തിരുന്നു. അത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗെയിംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ സിസ്റ്റം നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. എൻ്റെ പവേഴ്സ് നിനക്ക് കൈക്കൊള്ളാൻ പറ്റുമെന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് നീ ആർക്കിടെക്ചറിനെ ബിട്രേ ചെയ്തത്? അത് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനാ, ഒരു അപ്പോളജി എന്ന രീതിയിലാണെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡിസിഷൻ അവിടെ മേക്ക് ചെയ്യണമായിരുന്നു. ആ ഒരു ഡിസിഷൻ എനിക്ക് മാത്രം മേക്ക് ചെയ്യാനുള്ളതായിരുന്നു. കാര്യം നിൻ്റെ കൂടെ അല്ല, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നീ എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തി. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും നിന്നെ ലൂസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാര്യം നീ ഞാനായി മാറിയിരുന്നു, ഞാൻ നീയായി മാറിയിരുന്നു. നമ്മളിൽ ആര് ഈ ഒരു ബോഡിയുടെ ഓണറായാലും അത് എന്തോ പോലെ ആകത്തില്ലേ? കാര്യം നമ്മൾ ഓൾറെഡി ഒരാളായി മാറിയിരുന്നു. സോ ഞാൻ നിനക്കൊരു ചോയ്സ് തരാം. നിനക്കിത് ഡിസൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, നിൻ്റെ ആയുഷ്കാലം നിൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം, നിൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രീംസിൻ്റെ അത് ജീവിക്കാം. അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം, നിൻ്റെ എനിമീസിനെ ഫേസ് ചെയ്യാം, നിൻ്റെ റിയാലിറ്റി ഫേസ് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഒരു ഡിസിഷൻ എടുത്തെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? കാര്യം നിനക്ക് റൂളേഴ്സിൻ്റെ കൂടെ നിൽക്കണ്ട, മൊണാക്സിൻ്റെ കൂടെ നിൽക്കണ്ട. പിന്നെ എന്തിനാണ് നീ മൊണാക്സിൻ്റെ കൂടെ ഓടിപ്പോയത്? അതെന്താ ഇത്ര ചോദ്യം? കാര്യം എനിക്കവിടെ പ്ലേസ് ഇല്ലായിരുന്നു. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇവിടെ ഞാൻ ബിലോങ് ചെയ്യുന്നില്ല. അത് പറയുമ്പോൾ നമ്മുടെ മൊണാക്സ് ഓഫ് ദി ഷാഡോ പുതിയൊരു രൂപം കൈക്കൊള്ളുന്നുണ്ട്. അത് മറ്റാരുടെ ആയിരുന്നു? നമ്മുടെ ചെയർമാൻ്റെ ആയിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ നൈസ് എന്ന് ചിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിന്നു ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ കണ്ടുമുട്ടുമോ? ആർക്കറിയാം, ഞാൻ എന്തായാലും എൻ്റെ എറ്റേണൽ റെസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. പക്ഷെ നീ മൊണാർക്ക് ഓഫ് ദി ഷാഡോ വയസ്സ് ഇമ്മോർട്ടലായിട്ട് ജീവിക്കാനും പോകുവാണ്. എനിക്ക് ഡൗട്ടാണ് നമ്മുടെ പാത്സ് ഇനി ക്രോസ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ മരണമാണെങ്കിൽ കൂടിയും നിൻ്റെ പവേഴ്സ് ആബ്സലൂട്ട് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും എന്തൊക്കെയാണെങ്കിൽ കൂടിയും എനിക്കറിയാം. കാര്യം
ഞാൻ നീയാണല്ലേ. അങ്ങനെ അവസാനമായി നമ്മുടെ ജിന്നുവും മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് നമ്മുടെ ജിന്നു പതുക്കെ കണ്ണുകൾ അടച്ചിട്ട് പറയുന്നുണ്ട് എറേസ്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, സിസ്റ്റം ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പോകുവാണ്. പ്ലെയറിന്റെ മുകളിലുണ്ടായിരുന്ന എല്ലാ ലിമിറ്റേഷൻസും എടുത്ത് മാറ്റാൻ പോകുവാണ്. കമാൻഡർ ലെവൽ ഷാഡോസ് എല്ലാവരും തന്നെ അവരുടെ പവേഴ്സ് റിഗെയിൻ ചെയ്യാൻ പോകുന്നു. ഈഗ്രിസും പുള്ളിക്കാരന്റെ പവേഴ്സ് റിഗെയിൻ ചെയ്തിട്ടുണ്ട്. ബെറുവിന്റെ പവർ നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് അല്ല ആഷ്ബോൺ പുള്ളിക്കാരന്റെ ലോകമായ എറ്റേണൽ നത്തിങ്ലെസ്സിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. സോ നിനക്ക് സിസ്റ്റം ഡിലീറ്റ് ചെയ്യണോ, യെസ് ഓർ നോ എന്നുള്ള നോട്ടിഫിക്കേഷൻ അവസാനം വരും. ജിന്നു അതിന് എസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു വൈറ്റ് ഉള്ള ഗ്ലെയർ ആണ്. അവിടുന്ന് വരുന്ന വേവ് കാരണം നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫോസ്റ്റിനും മൊണാർക്ക് ഓഫ് ദി ഫാങ്സിനും അവിടെ നേരെ നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഫ്രോസ്റ്റ് പറയുന്നുണ്ട്, ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് നീ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ കാറ്റാസ്ട്രോഫിക് ഇവന്റ് ആയിരിക്കും. ആ മനുഷ്യനെ നമ്മളിപ്പോൾ കൊന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നിനക്കും എനിക്കും ഒരേപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വൺ ഓഫ് ദി ഡേഞ്ചറസ് മൊണാർക്കിനുണ്ട് നീ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത്. നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ റൂൾസ് എന്താണ് ഈ പറയുന്നത്? അപ്പം തന്നെ ഫാങ് പറയുന്നുണ്ട്, നമുക്കിനി അധികം സമയമൊന്നുമില്ല. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ രണ്ടുപേരും ജിനുവിൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ ജിനുവിൻ്റെ അച്ഛനാകട്ടെ അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ച് കണ്ടുകൊണ്ട് തിരിച്ച് അറ്റാക്കും ചെയ്യുന്നുണ്ട്. മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിനൊരു കാര്യം മനസ്സിലായി, ഇവൻ ചെയ്യുന്ന ഓരോ അറ്റാക്കും ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രെഡിക്ഷൻ അനുസരിച്ചാണ്. അത് ഞങ്ങൾ എവിടേക്ക് അറ്റാക്ക് കൊണ്ടുവരുന്നത് അവന് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവൻ ഓരോ അറ്റാക്കും തിരിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഫാങ്ങിന് ഒരു കാര്യം മനസ്സിലായി, ഇവനൊരു നിസ്സാര വാരിയറേ അല്ല, അതായത് കൗണ്ട്ലെസ് അല്ല ബാറ്റിൽ ഇവൻ ചെയ്തിട്ടുണ്ടെന്ന് നല്ല ഉറപ്പാണ്. കാര്യം അവൻ്റെ ഓരോ സ്ട്രാറ്റജിയും അവൻ്റെ ഓരോ പവേഴ്സും അവൻ്റെ ഒരു രീതിയും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ് ഇവൻ്റെ പുറകിൽ കൂടെ വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് ചവിട്ടി അവന് ദൂരത്തേക്ക് എടുത്തെറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഫാങ് ഇവനെ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഡാഗർ അവൻ്റെ വായിലേക്ക് വെച്ച് അവൻ്റെ വായിൽ കൂടെ ഒരു വലിയൊരു ഡാമേജ് കൊടുക്കുന്നുണ്ട്. വേദനയുടെ കാര്യം നമ്മുടെ ഫാങ്ങിൻ്റെ വായിട്ട് നോക്കി ഒരു അറ്റാക്ക് ചെയ്ത് അവൻ്റെ ബാക്കിലേക്ക് തെറിപ്പിച്ച് വിടുന്നുണ്ട്. ആ കത്തി വലിച്ചു വിട്ടിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉറപ്പിട്ടും കൊല്ലൂടാന്ന് പറയുന്ന സെക്കൻഡിൽ തന്നെ ആ ഒരു ഫീലിംഗ് അവന് വരും. ചുരുക്കം പറഞ്ഞാൽ അത് ഭയമായിരുന്നു. പുള്ളിക്കാരൻ പേടിച്ച് വിറച്ച് ബാക്കിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ ജിന്നുവിനാണ് കാണുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടുന്ന് ബാക്കിലേക്ക് വലിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രോസ്റ്റ് പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇനി ഒട്ടും തന്നെ നിസ്സാരമായിട്ട് കാണാനല്ല, ഉറപ്പായിട്ടും ഇത്തവണ ഞാൻ നിന്നെ കൊല്ലും. ശരിയല്ലേ മൊണാർക്ക് ഓഫ് ദി ഫാങ്സ്? ഞാൻ ഗീവ് അപ്പ് ചെയ്തു. ഗീവ് അപ്പ് ചെയ്യുന്നു? നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ ഇത്രയധികം വന്നാണ്. നിനക്ക് ആ മാനെ കണ്ടിട്ട് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലേ? അവൻ തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് തിരിച്ചു വരുന്നുണ്ട്. ഞാൻ എന്തായാലും പോകുവാണ്. ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് ഫൈറ്റ് ചെയ്യുമെന്ന്. അവൻ്റെ ഹ്യൂമൻ ഫോമായിട്ട് മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തായാലും പോകുവാണ്. നീ എന്ത് നായാണ്? നീ ഒരു കിങ് ഓഫ് ദി ബീസ് ആണെന്ന കാര്യം നീ മറക്കണ്ട. നിന്റെ കാലിടലായിട്ട് വാലിട്ട് നീ ഇവിടെ രക്ഷപ്പെടാൻ പോകുവാണ്. മൊണാർക്ക് ഓഫ് ദി ഫോഴ്സ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിനക്കിത് അറിയാൻ കാര്യം നീ ഒരിക്കലും മൊണാർക്ക് ഓഫ് ദി ഷാഡോസിൻ്റെ ട്രൂ പവറായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും പോകാമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇത് കാണാൻ നിന്ന ഫ്രോസ്റ്റിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ് ആണ്. ഞാൻ നിന്നെപ്പോലുള്ള വീക്ക്ലിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കത്തില്ല. നീയൊക്കെ കണ്ടോ ഞാൻ എന്തുമാത്രം കേപ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ആ ഒരു ഏരിയ മുഴുവൻ ആ ഒരു അറ്റാക്ക് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറേ തന്നെ ഡാഗർ പോലെ സാധനം കൊണ്ട് നമ്മുടെ ജിന്നുവിൻ്റെ അച്ഛനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ അത് നിർത്താതെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ ഒരു വലിയൊരു ഐസിൻ്റെ ഒരു സാധനം മേളിൽ നിന്ന് സമൺ ചെയ്യുന്നത്. അത് വളരെയധികം മാസീവ് ആയിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ജിന്നുവിൻ്റെ അച്ഛൻ്റെ ചെറിയൊരു കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. കാര്യം അതെങ്ങാനും താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻ്റയർ ഏരിയ തന്നെ പോകുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ കൈ വന്ന് ഒരു അറ്റാക്ക് കൊണ്ട് പുള്ളിക്കാരൻ്റെ കൈ മുറിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു സാധനം താഴത്തേക്ക് വരാൻ നേരത്ത് എന്തോ ഒന്ന് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് മുകളിലേക്ക് ചെന്ന് അത് മുഴുവൻ പൊട്ടിച്ചു കളയും. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ബെറുവായിരുന്നു. പെട്ടെന്ന് ജിനുവിൻ്റെ അച്ഛനെ എന്തോന്നൊന്ന് പൊതിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ്, നീ ഒരിക്കലും നിന്നെ രാജാവെന്ന് വിളിക്കാൻ പാടില്ല. നിന്റെ ഇച്ചിരി ഇല്ലാത്ത പവർ കൊണ്ട് എങ്ങനെയാണ് നീ ഒരു രാജാവാകുന്ന നമ്മുടെ ഈഗ്രസ് സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈഗ്രസ് ഇവിടെ സംസാരിക്കുന്നത് തന്നെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ദാരുണമായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റ് നിന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇവന്മാരെൻ്റെ സ്പെല്ലിൽ നിന്ന് പുറത്തു വന്നല്ലേ, അതിനർത്ഥം ഇതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും പ്രൊഫസി വിശ്വസിക്കാൻ പാടില്ല. അതൊരിക്കലും നന്നാകാൻ പോകുന്നില്ല. അല്ല, മറ്റവൻ എന്തേ? അവനിവിടുന്ന് രക്ഷപ്പെട്ടോ അതോ അവനിവിടുന്ന് ഓടിപ്പോയോ? പക്ഷേ ഞാനൊരിക്കലും അവന് തിരിച്ചു പോകാനുള്ള അനുമതി കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നു തിരിച്ചു വന്നിട്ടുണ്ട്. ഫ്രോസ്റ്റിനൊരു കാര്യം മനസ്സിലായി, അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ ഒരിക്കലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു വാളാണെന്ന്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി അവനോട് നിൽക്കാൻ നേരത്ത് ജിനു ഒരു സാധനം ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഭൂമി തന്നെ ചുറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ജിനുവിന് ആ ഒരു കാര്യം മനസ്സിലായി, അവൻ എവിടെയാണുള്ളതെന്ന്. ജിനു അതുകൊണ്ട് നൈസ് ചെയ്യുന്ന തല തിരിച്ചപ്പോൾ തന്നെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇതായിരിക്കും അവന് കിട്ടാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ ചാൻസ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഫുൾ പവർ യൂസ് ചെയ്ത് അവൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് വിടുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് ജിനുവിൻ്റെ അടുത്തേക്ക് വന്നതും പുള്ളിക്കാരൻ തൻ്റെ കൈ കൊണ്ട് ആ ഒരു അറ്റാക്ക് പിടിച്ച് പൂർണ്ണമായിട്ടും തന്നെ ആ ഒരു അറ്റാക്ക് തന്നെ ഇല്ലാണ്ടാക്കി കളയും. ഇതെങ്ങനെ സാധ്യമായി?
അവൻ എങ്ങനെയാണ് ഇത്രയും കേപ്പബിൾ ആയിട്ടിരിക്കുന്നത്? സോ ഇതാണ് മൊണാർക്ക് ഓഫ് ദി ഷാഡോസിൻ്റെ ട്രൂ പവർ. ഇതാണല്ലേ ആ ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ്, ആ ഒരു കിങ്. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ നിനക്ക് വേണ്ടി വരും. നിന്നെ ഞാൻ ഏറ്റവും അവസാനം മാത്രമേ എടുക്കത്തുള്ളൂ. ഈ ഒരു സമയത്ത് ദൂരത്ത് ഒരു കാടിൻ്റെ അകത്ത് ഒരു ക്ലോ മാർക്സ് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അന്ന് നമ്മുടെ മൊണാർക്ക് ഓഫ് ദി ഫാങ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കോപ്പ് മരണത്തിൻ്റെ തൊട്ട് വക്കത്ത് നിന്നാണ് ഞാനിപ്പോൾ തിരിച്ചു വരുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ പാത്തിരിക്കണം. കിങ് ഓഫ് ദി ഡ്രാഗൺസ് വരുന്നവരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതെന്തെങ്കിലും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു അവൻ തലധരിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് മരണത്തിനെ സ്മെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിനു അവൻ്റെ തൊട്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ പതുക്കെ അവനും അറിയാവുന്ന ഒരു കാര്യം അവനങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു സ്ട്രെങ്തിൻ്റെ ഗ്യാപ്പ് മനസ്സിലായത് കൊണ്ട് തന്നെ അവനറിയാവുന്ന ആ ഒരു കാര്യം അവൻ ചെയ്യാൻ തീരുമാനിച്ചു. ഒബേ ചെയ്യാനും തല കുനിക്കാനും. അങ്ങനെ തല കുമ്പിട്ട് നമ്മുടെ ജിന്നുവിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്, മൊണാർക്ക് ഓഫ് ദി ഷാഡോസ്, ഞാനാണ് കിങ് ഓഫ് ദി ബീസ്റ്റ്. ഞാൻ താങ്കളോട് ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് താങ്കൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ താങ്കളെ ഒരു അലയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഒരു അലയാകാനുള്ള ചാൻസ് എനിക്ക് തരണം. അങ്ങനെയായിരുന്നല്ലേ? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഫാങ് തൻ്റെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. കാര്യം അവൻ ഓർക്കുന്നുണ്ട്, ഇവനെന്ത് മന്ദബുദ്ധിയാണ്. മൊണാർക്ക് ഓഫ് ദി ഷാഡോസ്, റിയൽ മൊണാർക്ക് ഓഫ് ദി ഷാഡോ ആണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്തില്ല. പുള്ളിക്കാരൻ ട്രൈറ്റർ എന്ന് പറയുന്നത് തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴാണ് ജിനു ആ ഒരു കാര്യം പറയുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ ചെറിയൊരു കടമില്ലേ? നീ കാണുന്നില്ലേ, എൻ്റെ ഹൃദയത്തിലുള്ള ഈ 5 പാടുകൾ നീ എനിക്ക് തന്ന പാടുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ 5 അറ്റാക്സ് നീ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും ഫൊർഗീവ് ചെയ്യുന്നതായിരിക്കും. ഇത് കേട്ടതും അവന് ദേഷ്യം വന്നിട്ട് കാറുന്നുണ്ട്. നീ എന്നാടാ എന്നെ പൊട്ടനാക്കാനെന്ന് പറഞ്ഞിട്ട് പുള്ളിങ്ങനെ ഫുൾ പവർ അങ്ങോട്ട് യൂസ് ചെയ്യും. ഞാൻ ചിലപ്പോൾ ഇവിടെ മരിക്കുമായിരിക്കും, പക്ഷെ നീ ഒരിക്കലും ഇവിടെ മര്യാദക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കിടന്ന് കാറ് നിർത്ത്. ജിനു പുള്ളിക്കിനെ ഡാഗർ യൂസ് ചെയ്ത് ആദ്യത്തെ ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. തൻ്റെ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ മൊണാർക്ക് ഓഫ് ദി ഫാങ്സിൻ്റെ ഒരു കാല് അങ്ങോട്ട് തെറിച്ചു പോകും. എന്നിട്ട് ജിന്നുവോട് പറയുന്നുണ്ട്, ഇനി നിനക്ക് 4 ചാൻസും കൂടെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ആ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാഡോ അവൻ വലിയ ഇഷ്യൂ ഇല്ല, പക്ഷേ എൻ്റെ പുറകിൽ വരുന്ന അവൻ വളരെയധികം ഡേഞ്ചറസ് ആണ്. അത് യഥാർത്ഥ ഷാഡോ ആർമിയിലുള്ള നൈറ്റ് ഓഫ് ദി ഡെഡ് ഇഗ്രിസ് ആണ്. അവൻ വിഷയം തന്നെയാണ്, അവൻ പ്രശ്നക്കാരനാണ്. ഇവിടെയുള്ള എല്ലാ ഷാഡോസിനും അവരുടെ പവേഴ്സ് റീഗെയിൻ ചെയ്യാൻ സാധിക്കും, അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. എൻ്റെ സ്പിരിച്വൽ ബോഡി മാനിഫെസ്റ്റേഷൻ വെച്ചുകൊണ്ട് അതൊരിക്കലും നല്ലതല്ല. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എത്രയെന്നും വെച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ സാധിക്കും, നീ നിൻ്റെ സ്ട്രെങ്ത് വേസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ അപ്പം തന്നെ ഇഗ്രിസ് തൻ്റെ സോഡ് ഒരു സൈഡിലേക്ക് മാനിട്ട് തൻ്റെ ക്ലോക്ക് പതുക്കെ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ജിന്നു പതുക്കെ പുറത്തേക്ക് നടന്ന് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. എനിക്കറിയാം ഗൈസ്, ഞാൻ 2 ദിവസമായി വീഡിയോ ഇടുന്നു, പക്ഷേ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇത്രയും താമസിച്ചത്. എന്തായാലും ഇനി നമ്മൾ ഇത്രയും ഡിലേ ഒന്നും വെക്കുന്നില്ല. അതുകൊണ്ട് നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അത് മിസ്സായിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.